നല്ല ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളതിനെ തരാമെന്ന് ദൈവം വാഗ്ദത്തമുണ്ട്. എന്തുണ്ണും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നുള്ള വാഗ്ദത്തം അവൻ നമുക്കുള്ള തന്നിരിക്കാല്ലേ ഇതിനകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നവർക്ക് ഇതിനകത്ത് ഒരു കുറവുമില്ലാതെ ദൈവം കരുതിക്കോളും. എന്നാൽ ചില സമയങ്ങളിൽ ചില കഷ്ടത്തിൽ കൂടെ, അതായത് ഭക്ഷണമില്ലാതെ വലയുന്നെങ്കിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ മുട്ടൻ ഗീവർഗീസ് അപ്പച്ചന് അദ്ദേഹം എഴുതിയ പാട്ടാണെന്ന് പറയുന്നത് അടലേറും ജീവിതം അരുവിൽ എന്നുള്ള പാട്ട്. അതെല്ലാം പെന്തക്കോസ്തുകാർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം 16 ദിവസം പട്ടിണി കിടന്ന ഒരു മനുഷ്യനാണ്. കിണറ്റിലെ പച്ചവെള്ളം മാത്രം കോരി കുടിച്ച് തന്റെ മുല കുടിക്കുന്ന ഒരു കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ തന്നെ 16 ദിവസം തന്നോട് കൂടെ പട്ടിണി കിടന്നതിന്റെ ഭാര്യ, അവരെ ഒന്നുമില്ലായ്മ എന്നല്ല സകലത്തും ഉണ്ടായിട്ട് രാജാക്കന്മാരെ പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി അതെല്ലാം ത്യജിച്ച് കളഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് അവരെ പട്ടിണിക്ക് ഇടുവാൻ വല്ല ആഗ്രഹമുണ്ടോ? കർത്താവിന് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാതിരിക്കാൻ എന്ന കർത്താവിന്റെ കാര്യം കുറുകിപ്പോയിട്ടുണ്ടോ? അവൻ എന്താണ്, ദരിദ്രനാണോ? അല്ല. പക്ഷെ എന്തുകൊണ്ട് തന്റെ ദാസൻ വിശ്വസ്തയോടെ തന്റെ വേല ചെയ്ത ദാസൻ 16 ദിവസം വെള്ളം മാത്രം കുടിച്ച് കിടക്കേണ്ടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പാട്ട് എഴുതണം. എന്താണ്, അടലേറും ജീവിതം വരും എന്നുള്ള പാട്ട് താൻ എഴുതണമെങ്കിൽ ഈ ക്രൈസിസിൽ കൂടെ താൻ കടന്നു പോയേ പറ്റൂ. പ്രിയപ്പെട്ട, ഞാൻ ചോദിക്കട്ടെ, ആ പാട്ട് ഇന്ന് തളർന്നിരിക്കുന്ന അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ പാട്ട് എന്താണ് അസാധാരണമായിരിക്കും സന്തോഷം ചെലുത്താറില്ലേ? അപ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടതിന്, നമ്മൾ ധൈര്യപ്പെടേണ്ടതിന് നമ്മുടെ പിന്നിലുള്ള പിതാക്കന്മാരെ ചില കഷ്ടങ്ങൾ കൂടെ ദൈവം നടത്തിയത് എന്താണ്, നമ്മളോടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയാണിത്. അല്ലാതെ ആ മുട്ടൻ ഗീവർഗീസ് അപ്പച്ചനെ പട്ടിണിക്കിടുവാൻ ദൈവം ആഗ്രഹിച്ചല്ല. പക്ഷേ ഈ ഒരു പാട്ടുണ്ടായി വരണമെങ്കിൽ ആ കഷ്ടത്തിൽ കൂടെ അവൻ കടന്നു പോകണമായിരുന്നു.